ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ചൈനയുടെ മേൽ 100% അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വെള്ളിയാഴ്ച അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റുകൾ ക്രാഷ് ചെയ്തിരുന്നു. അറൗണ്ട് 4.5% ഇൻഡെക്സുകളെല്ലാം താഴെ പോയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റായിട്ട് ഏഷ്യൻ മാർക്കറ്റിലുണ്ട്. ചൈനീസ് മാർക്കറ്റുകൾ, ഹോങ്കോങ് മാർക്കറ്റുകൾ, ജാപ്പനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ താഴെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചൈനയായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അറൗണ്ട് 2% ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ദോഷമാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസിഷൻ. അതുകൊണ്ട് തന്നെ അമേരിക്ക ആ തരത്തിലുള്ള ഡിസിഷൻ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വീണ്ടും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും ഫർദർ വലിയ രീതിയിലുള്ള സെൽ ഓഫ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്ലോബലി വലിയ സെൽ ഓഫ് ഉണ്ടായാൽ തന്നെ ഇന്ത്യയിലെ അതിൻ്റെ ഫാള് ഡെപ്ത് കുറവായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് മോർണിംഗിൽ കമോഡിറ്റികൾ, പ്രത്യേകിച്ച് സിൽവറും അതുപോലെ തന്നെ ഗോൾഡും പ്രീവിയസ് സ്റ്റോപ്പിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും പ്രീവിയസ് സ്റ്റോപ്പൊന്നും തന്നെ ഇന്ന് മോർണിംഗിൽ ക്രോസ് ചെയ്തിട്ടില്ല. ഒപ്പം കോപ്പർ, അലുമിനിയം, സിങ്ക്, ബ്രന്റ്, ക്രൂഡ് ഓയിൽ ഈ കമ്മോഡിറ്റികളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വീക്കായിരുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസിന് ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ, നമ്മുടെ കമ്പനികളുടെ Q2 റിസൾട്ടുകൾ കഴിഞ്ഞ ആഴ്ച മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ആഴ്ചയിൽ ധാരാളം Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ നമ്മുടെ SIP കളക്ഷൻ ഒരു മാസം 29,361 കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. SIPയിൽ കൂടെ മാർക്കറ്റിലേക്ക് അറൗണ്ട് 4 lakh crore ഒരു വർഷം വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ്. ടാറ്റ ക്യാപിറ്റലിൻ്റെ ലിസ്റ്റിംഗ് എന്നാണ് 326 രൂപയ്ക്കാണ് IPO പ്രൈസ് വന്നിരുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതിനുശേഷം റിക്കവറി നടത്താനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഓൺ ഗോയിങ് ആയിട്ടുള്ള IPOs റൂബിക്കോൺ റിസർച്ച് 2.49 times ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. റീറ്റെയിൽ പോർഷൻ 4.16 times ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് ക്ലോസിംഗ് വരുന്നത്. കനറ റൊബക്ക 0.44 times ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. കനറ HSBC ലൈഫ് 0.47 times ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 3 IPOസും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ഡിമാർട്ട്, വാരി ഇൻഡോ സോളാർ, വാരി റിന്യൂവബിൾ ടെക്നോളജി കമ്പനികളുടെ Q2 റിസൾട്ടുകൾ വന്നിരുന്നു. വാരി ഇൻഡോ സോളാറും വാരി റിന്യൂവബിൾ ടെക്നോളജിയുടെയും Q2 റിസൾട്ടുകൾ മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഈ സ്റ്റോക്കുകൾ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഡിമാർട്ട് റിസൾട്ട് റവന്യൂ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. പക്ഷേ മാർജിൻ താഴെ വന്നിരിക്കുകയാണ്, പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഒരു പക്ഷേ ഈ സ്റ്റോക്കിൽ കണ്ടേക്കാം. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. സിർമ SGS പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ BAMLൻ്റെ റെക്കോർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് 1:2 സ്റ്റോക്ക് സ്പ്ലിറ്റിന്. നവംബർ 3 ചന്ദൻ ഹെൽത്ത് കെയർ 234 രൂപ പെർ ഷെയർ QIP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ ജ്യോതി ലിമിറ്റഡ് 10.91 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. 18 VT പമ്പ് സെറ്റുകൾക്കും മോട്ടേഴ്സിനുള്ള ഓർഡറാണ്. ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റിൽ നിന്ന് ഓർഡറാണ്. ജ്യോതി ലിമിറ്റഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എൻഡുറൻസ് ടെക്നോളജീസ് അവരുടെ പുതിയ 2-wheeler
അലോയ് വീൽ പ്ലാന്റ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. വെൽസ്പൻ എൻ്റർപ്രൈസസ് ഒക്ടോബർ 15 ഫണ്ട് റേസിംഗ് ഡിസിഷൻ വരികയാണ്. അതോടൊപ്പം തന്നെ ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട് 2 പ്രൊജക്റ്റുകളിൽ. 7,300 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റും 3,145 കോടി രൂപയുടെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രൊജക്റ്റിനും വളരെ പോസിറ്റീവാണ്. വെൽസ്പൻ എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് മറീൻ ഇലക്ട്രിക്കൽസ് എക്സ്പാൻഡ് ചെയ്യാണ്, അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാണ്. നേവൽ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. മറീൻ ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സെൻ ടെക്നോളജീസ് 37 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ഡിഫൻസിൽ നിന്നാണ്ട്. ആൻറ്റി ഡ്രോൺ സിസ്റ്റംസിനാണ്. ട്രാവൽ ഫുഡ് സപ്ലൈസ് ഡൽഹി എയർപോർട്ട് ടെർമിനൽ 2 ഫുഡ് കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവാണ്. ട്രാവൽ ഫുഡ് സർവീസസിനെ സംബന്ധിച്ച് HCC 204 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ഹിൻഡാൽകോയിൽ നിന്നാണ്. HDFC AMC ബോണസ് ഡിസിഷൻ വരെയാണ്. ഒക്ടോബർ 15 ബോർഡ് മീറ്റിംഗ് വരുന്നത്. അദ്വൈത് ഇൻഫ്രാടെക് 1,450 കോടി രൂപ പ്രൊജക്റ്റ് ഗുജറാത്തിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവാണ്. അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ ഓർഡർ ബുക്ക് 60,004 കോടി രൂപയാണ്. 13 പ്രൊജക്റ്റുകളാണ്. ലോങ് റണ്ണിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ധാരാളം പ്രൊജക്റ്റുകൾ അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ കയ്യിലുണ്ട്, പോസിറ്റീവാണ് ലോങ് റണ്ണിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സ് ആയിരുന്നു. 459.2 കോടി രൂപയ്ക്കുള്ള ഓർഡറുകൾ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1,707.83 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് റോസ്. ഏഷ്യൻ മാർക്കറ്റ് വോളാറ്റിലിറ്റിക്ക് അനുസരിച്ചുള്ള മൈനർ വോളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളിലെ ബുൾ റൺ 3 വർഷം ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ വേൾഡ് വാർ 2 ശേഷമുള്ള ബുൾ റണ്ണുകളിൽ ആവറേജ് ഇയറുകൾ വന്നിരിക്കുന്നത് 4.6 ഇയേഴ്സാണ്. അതായത് 4 കൊല്ലം 6 മാസമാണ് ആവറേജ് ബുൾ റൺ വന്നിരിക്കുന്നത്. S&P 500 157% ആവറേജ് ഗെയിൻ നേടിയിട്ടുള്ള ഈ ബുൾ റണ്ണുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഈ വർഷം ഈ ബുൾ റണ്ണിൽ, അതായത് കഴിഞ്ഞ 3 വർഷം S&P 500 83% ഗെയിൻ നേടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകൾ വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള ഗെയിൻ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായേക്കാം. അത് ഗ്ലോബലി മറ്റുള്ള എല്ലാ മാർക്കറ്റുകൾക്കും ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള സാധ്യതകളുണ്ട്. ഇത് പൊതുവെയുള്ളൊരു ജനറൽ ന്യൂസാണ്. അതോടൊപ്പം തന്നെ NVIDIA കഴിഞ്ഞ് 3 വർഷം നോക്കുകയാണെങ്കിൽ 1500% ഗെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റ 450%. അപ്പോൾ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കൻ ഇൻഡെക്സുകളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. അതേസമയം മറ്റു പല സെക്ടർ സ്റ്റോക്കുകളും താഴെയാണ്. അപ്പോൾ ടെക്നോളജി ഡോമിനൻസാണ് അമേരിക്കയിൽ. ഇപ്പോൾ നമ്മൾ മറ്റു മാർക്കറ്റുകൾ ഏഷ്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിലും ജപ്പാനിലൊക്കെ ടെക്നോളജി ഡോമിനൻസ് തന്നെയാണ്. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ഒപ്പം വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വോളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ വന്നേക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ Q2 റിസൾട്ടുകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതോടൊപ്പം തന്നെ ഇന്ന് വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ മിക്കവാറും 8 കൊല്ലത്തെ ലോവസ്റ്റ് ഡാറ്റയായിരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസും പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റിലൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.